ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷറാസ് ഫുഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ഡോണറ്റാണ് കേട്ടോ. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് നമ്മുടെ ചിക്കൻ ഡോണറ്റ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന നല്ല റെസിപ്പീസ്, വെറൈറ്റി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം നമുക്കൊരു ചിക്കൻ മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലില്ലാത്ത ഒരു ബൗൾ ചിക്കന് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബൗളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചിക്കന് നിങ്ങൾ എടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് വലിയുള്ളി ചെറുതായി കുത്തി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് ബാക്കി നിങ്ങൾ എടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിരുന്നു, അതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, പിന്നെ വേണത് 2 അല്ലി വെളുത്തുള്ളി ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഒന്നിപ്പിച്ചിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ അരച്ചെടുക്കുക. വളരെ ഫൈനായിട്ടല്ല, എന്നാലും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു അല്പം ഓയിൽ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മിക്സ് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ വല്ലാതെയും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഒരു അല്പം ചിക്കൻ മിക്സ് എടുത്തിട്ട് ഒന്ന് ബോൾ രൂപത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡോണറ്റ് ഷേപ്പിലാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബോൾ ഷേപ്പിൽ റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ടിപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്നതിന് ശേഷം മാത്രമാണ് ഞാനിവിടെ നമ്മുടെ ഡോണറ്റ് ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഷേപ്പാക്കിയതിന് ശേഷം ടിപ്പ് ചെയ്യുന്നത് പോലെ ഡോണറ്റ് ഷേപ്പിൽ ഷേപ്പാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ടിപ്പ് ചെയ്തെടുക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസിൽ ടിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല, ഒന്ന് സെപ്പറേറ്റ് ആയി നിന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ടിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനുള്ള ഡോണറ്റിൻ്റെ ഹോൾ ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിതാ എല്ലാം ഷേപ്പാക്കി എടുത്തു. എനിക്കൊരു ബൗൾ ചിക്കൻ കൊണ്ട് 4 ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഞാനിത് ഏകദേശം 1 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
നമുക്ക് ഓരോ പീസ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഡോണറ്റ്. കാരണം നമ്മുടെ സീക്ക് കബാബ് പോലെ തന്നെ ജസ്റ്റ് ജാറിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ള ഒരു സമയം മാത്രം മതി. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഷറാസ് ഫുഡ് ഹബിൽ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.